24 മണിക്കൂർ അടിച്ചാലും പറ്റില്ല. 24 മണിക്കൂർ. അപ്പം നമുക്കെന്ന് വെച്ചാൽ 265 അടി താഴ്ചയെന്ന് തന്നെ വെള്ളം മനോഹരമായിട്ടുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് വെള്ളം സഫീഷ്യൻ്റ് ആയിട്ടുള്ളതാണ്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പ്രോപ്പർട്ടി നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുകയാണ്. അതെന്താണെന്ന് ഞങ്ങളിവിടെ ഇന്നിപ്പോൾ രാവിലെ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു റിലേറ്റീവിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടി നോക്കാനായിട്ട് വന്നിരിക്കുന്നതാണ്. അവർ നാട്ടിലില്ല, അതിന് പകരം ഞങ്ങളിവിടെ സ്ഥലമൊക്കെ കാണാൻ വന്നപ്പോൾ അതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് കരുതി ഒത്തിരി പ്ലോട്ടായിട്ട് ഇവിടെ തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാമോ? കൂടുതലായിട്ട് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ തന്നെ തരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലം മേടിക്കാമെന്നാണ് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. എല്ലാ ലീഗൽ നമ്മളിപ്പോൾ ഒരു സ്ഥലം മേടിക്കുന്ന സമയത്ത് എന്തെല്ലാം പ്രതീക്ഷയോടുകൂടി വരണമായിരിക്കും. അപ്പോൾ അവന് ഫുള്ളായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടാവുന്ന ഡിസ്ക്രിപ്ഷൻ തന്നെ നമ്മൾ കൊടുക്കും. ഇത് 1 ഏക്കർ 81 സെൻറ്റ് സ്ഥലത്തോളം. ഇതിൽ നമ്മൾ റോഡ് ഇട്ടിരിക്കുന്നത് ഏകദേശം 35 സെൻറ്റ് സ്ഥലത്തോളം നമ്മൾ റോഡ് ഇട്ടിട്ടുണ്ട്. കാരണം വിശാലമായിക്കോട്ടെ റോഡ് ഫെസിലിറ്റി എപ്പോഴും ആവശ്യമാണ്. കാരണം ഇതിന് നമ്മൾ എന്നിട്ട് ഈ 1 ഏക്കർ 81 സെൻറ്റ് 82 സെൻറ്റ് സ്ഥലത്തിന് നമ്മൾ 21 പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിലൊരു 6 സെൻറ്റ് മുതൽ 7 സെൻറ്റ് 8 സെൻറ്റ് 10 സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകൾ ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. റോഡ് എന്ന് പറയുന്നത് 5 മുതൽ 6 മീറ്റർ റോഡ് ഇട്ടിരിക്കുന്നു. എല്ലാ പ്രോപ്പർട്ടിയിൽ നിന്നും അതിൽ വരുന്ന ഡ്രെയിനേജ് മഴവെള്ളം പെയ്ത് റോഡിലേക്ക് വന്നിട്ട് ആ റോട്ടിൽ നിന്ന് പുറത്തെ പഞ്ചായത്ത് റോഡിലേക്ക് വെള്ളം ഒഴുകി പോകാനുള്ള സെറ്റിൽമെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ വലിയൊരു കിണറുണ്ട്. ഒരു പ്ലോട്ടിൽ ഒരു കിണറുണ്ട്. ആ ഒരു പ്ലോട്ട് ആ കിണർ നമ്മൾ റിസർവ് ചെയ്യാണ്. എല്ലാവർക്കും ഉള്ള അവകാശമായിട്ട് റിസർവ് ചെയ്യാണ്. ആ കിണറിൽ ഈ പറഞ്ഞ 22 പ്ലോട്ടിലേക്ക് കൊടുക്കാനായിട്ടുള്ള വെള്ളം സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടില്ല വേനൽക്കാലത്ത്. ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ബോർവെൽ അടിച്ചിട്ടുണ്ട്. ചേർന്ന ബോർവെൽ അടിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇതിൽ തന്നെ കാണിക്കാം, വീഡിയോ തന്നെ കാണിക്കാം. ആ ബോർവെൽ എന്ന് പറയുന്നത് സഫീഷ്യൻ്റ് ആയിട്ട് വെള്ളമുണ്ട്. നല്ല എന്ന് വെച്ചാൽ അധികം താഴേക്കൊന്നും പോയിട്ട് വന്നാൽ ഇഷ്ടം പോലെ വെള്ളം. അപ്പോൾ നമ്മൾ അതിലേക്കാരും മെയ് മാസം ഷോർട്ടേജ് വരാണെങ്കിൽ കിണറിലേക്ക് ആ ബോർവെല്ലിൽ നിന്ന് അടിച്ചിട്ട് അതിൽ നിന്ന് വാട്ടർ ടാങ്ക് കാണും. ആ വാട്ടർ ടാങ്ക് 50,000 ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് നമ്മൾ കെട്ടിയിട്ട് എല്ലാ പ്ലോട്ടിലേക്കും വാട്ടർ സപ്ലൈ. അപ്പൊ ഒരാൾക്ക് കിണർ കുത്തേണ്ട ആവശ്യമില്ല. ഒരു സമയത്ത് ഇഷ്ടം പോലെ. കാരണം ഒരു 10-15 മിനിറ്റ് നമ്മൾ ആ ടാപ്പ് തുറന്നാല് ഒരു 3000 ലിറ്ററിന്റെ ടാങ്ക് എന്നറിയാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തു വെച്ചിട്ട് പിന്നെ ഇലക്ട്രിസിറ്റി 3 ഫേസ് ഓൾറെഡി എല്ലാ പ്ലോട്ടിലേക്കും. ഇവിടെ ഒന്നും വെക്കേണ്ട, ഒരു പ്ലോട്ടിലേക്ക് ഒരു പോസ്റ്റ് വരെ ഇട്ടാലും മതി. ഇവിടെ വന്ന് അതൊക്കെ നമ്മൾ അതെല്ലാം വരുത്തി വെച്ചിട്ടുണ്ട്. 3 ഫേസ് ഹൈ ടെൻഷൻ ലൈൻ വലിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് അപ്പോൾ ഈ പറഞ്ഞ മാതിരി സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവും. എല്ലാം നമ്മൾ ഈ വീടുകളുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ സർവൈലൻസ്, ക്യാമറ സർവൈലൻസ്, സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പ്രോപ്പർട്ടിയുടെ ഡിസ്ക്രിപ്ഷൻ അങ്ങനെയാണെങ്കിൽ ഇത് ജന്മം പ്രോപ്പർട്ടിയാണ്, പക്ക ജന്മം പ്രോപ്പർട്ടിയാണ്. നല്ല ലീഗൽ പേപ്പേഴ്സ് ഒക്കെ ആയിട്ടുള്ള. മാത്രമല്ല ഇതിലൊരു 4-5 പ്ലോട്ടോളം വിറ്റുപോയി വീട് വയ്ക്കാൻ കൂടിയുള്ളതാണ്. ഫസ്റ്റ് അല്ല, ഒരു 1.5 വർഷത്തോളമായി ഇത് ജസ്റ്റ് തുടങ്ങിയിട്ട്. കാരണം ഇതൊരു റബ്ബർ തോട്ടമായിരുന്നു. ഇതിനെ ഡെവലപ്പ് ചെയ്ത് ഈ രീതിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ സമയങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ വിൽപ്പന തുടങ്ങിയിട്ട് 2-3-4 മാസമായിട്ടുള്ള ഒരു 3-5 പ്ലോട്ടുകളോളം ഇതിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർ വീട് വയ്ക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇനി ഈ പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ അകലെയാണ് കൊരട്ടി ജംഗ്ഷൻ. ഒരു 1.5 കിലോമീറ്റർ അകലെയാണ് പെരുമ്പി നാഷണൽ ഹൈവേ. അപ്പോൾ ഒരു നാഷണൽ ഹൈവേ എന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രം ഈ വഴിയിൽ ഇങ്ങോട്ടേക്ക് ദൂരമുള്ളൂ. അതേപോലെ ഇൻഫോ പാർക്ക് എന്ന് പറയുന്നത് 2 കിലോമീറ്റർ താഴെയുള്ളൂ. അത് തൊട്ടടുത്ത് തന്നെ കിൻഫ്ര ഉണ്ട്. 5000 ആളുകൾ വർക്ക് ചെയ്യുന്ന കിൻഫ്ര ഉണ്ട്. 10000 ആളുകൾ വർക്ക് ചെയ്യണം ഇൻഫോ പാർക്ക് ഉണ്ട്. അങ്ങനെ എല്ലാ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ മെയിൻ റോഡ് എന്ന് പറയുന്നത് PWD മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ ഏത് സമയം ബസ്സുള്ള റൂട്ട് ആകെ 250 മീറ്റർ മാത്രം ദൂരത്തില്ല. പിന്നെ ഇതിന്റെ ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് പഞ്ചായത്ത് റോഡാണ്. അപ്പൊ നമ്മൾ കൊടുക്കാവുന്ന എല്ലാ ഫെസിലിറ്റികളും ഈ ചെറിയ കാര്യത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ പൈപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. പൈപ്പ് എല്ലാ പ്ലോട്ടിലേക്കും നമ്മൾ ഓൾറെഡി നമ്മള് 50,000 ലിറ്റർ വാട്ടർ ടാങ്ക് കണക്ട് ചെയ്ത് എല്ലാ പ്ലോട്ടിലേക്കും ഇത് കൊടുത്തിട്ടുണ്ട്. ചുമ്മാ എങ്ങനെ ഇതിപ്പോ നമ്മൾ 2 ഇഞ്ചിന്റെ റിഡക്ഷൻ ഇട്ടിട്ട് 1.5 ഇഞ്ച് റെഡ്യൂസ് ചെയ്ത് കാണാൻ. വെള്ളം ഒരു 15 മിനിറ്റ് തുറന്നാൽ മതി. അപ്പൊ ഇഷ്ടം പോലെ വെള്ളം കിട്ടും. കണ്ടോ? ഒരു പ്ലോട്ടിലേക്ക് ഒരു റംബൂട്ടാനും ഒരു അഭിയുത്തെയും വെച്ച് കൊടുക്കാനുള്ള ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ റംബൂട്ടാൻ വെച്ചിരിക്കുന്നത് കണ്ട. ഇതേപോലെ ഇത് കണക്ട് ചെയ്താൽ മതിയല്ലോ. അതായത് ഒരു 15 മിനിറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് 10-15 മിനിറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി 3000 ലിറ്റർ വെള്ളമായി. ഒരു വീട്ടിലേക്ക് വേണ്ടത് മാക്സിമം ഒരു 1500-2000 ലിറ്റർ വെള്ളം. ഇത് 50,000 ലിറ്റർ ടാങ്കാണ്. നമ്മൾ ഒരു പ്രാവശ്യം അടിച്ചിട്ടുണ്ടെങ്കിൽ 1.5 ദിവസത്തേക്കുള്ളുണ്ട്. എല്ലാ ദിവസവും വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഇത് കണ്ടോ. ഇതിപ്പോൾ ഒരു 6 സെൻറ്റിൻ്റെ പ്രോപ്പർട്ടി. അതൊരു 8 സെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇതൊരു 7 സെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. കണ്ടോ?
അപ്പൊ ഇതെന്ന് വെച്ചാൽ ഇവിടെ വണ്ടി തിരിക്കാനുള്ള സൗകര്യം, അവിടെ വണ്ടി തിരിക്കാനുള്ള സൗകര്യം, 2 വാഹനങ്ങൾ ഏകദേശം കടന്നു പോകാനുള്ള സൗകര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ല, അപ്പൊ അതിൽ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അതില് ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ അത് 7 സെന്റ് 7 സെന്റ് മിക്കവാറും 7 സെന്റ് 8 സെന്റുകളാണ്. അപ്പൊ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വെള്ളം ഇതിലേക്ക് പോയിട്ട് ഈ റോഡിലേക്ക് വന്നിട്ട് ഈ റോഡിൽ നിന്ന് താഴേക്ക് ഒഴുകി പഞ്ചായത്തിലേക്ക് പോകണം. അപ്പൊ നമുക്കിപ്പോ ഈ പറഞ്ഞ ഈ മഴക്കാലത്തൊക്കെ ഡ്രെയിനേജ് വലിയ പ്രശ്നം, ഇങ്ങനെ ഈ 10-20 പ്ലോട്ടുകൾ വീടുകൾ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഒഴുകി പോയത് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിപ്പോ ഈ പ്രോപ്പർട്ടി കണ്ടോ, ഈ പ്രോപ്പർട്ടിക്ക് 2 സൈഡ് റോഡാണ്. അതായത് ഇതിന് വടക്ക് ദർശനം വെക്കാം, തെക്ക് ദർശനം വെക്കാം. ഇത് ഏകദേശം ഒരു 8 സെന്റ് സ്ഥലത്തോളം വരുന്ന 4-8 പ്ലോട്ടുണ്ട്. അതിൽ 2 പ്ലോട്ട് പോയതാട്ടോ. നല്ല പച്ചപ്പും കാര്യങ്ങളും ആണല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാല്. ഇതിന്റെ ഇപ്പൊ 3 സൈഡ് നമ്മൾ മതിൽ കെട്ടിനുള്ളിലാക്കി കഴിഞ്ഞു. ഒരു സൈഡ് അങ്ങനെ കെട്ടാണ്ട് വെച്ചിട്ടുണ്ട്, ആ ബാക്കിലെ സൈഡ്. അത് നമ്മൾ വലിയ മതിലിന്റെ ഉള്ളിൽ ഒരു 5 അടി 6 അടി പൊക്കത്തിലുള്ള മതിൽ ചെയ്ത് കൊടുക്കും. അപ്പൊ ഒരു പ്ലോട്ടിൽ എന്ന് പറയുന്നത് ബൗണ്ടറി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിൽ മതിലില്ലെങ്കിൽ അതും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അതിന്റെ ഒരു രീതി അതിന് നടന്നുകൊണ്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്ലോട്ടിന്റെ ഒക്കെ വെച്ചാൽ 2 സൈഡിലും റോഡ്. അപ്പൊ എല്ലാ പ്ലോട്ടിനും നമ്മൾ 50 രൂപയോളം ഫ്രണ്ടേജ് ഇട്ടിട്ടുണ്ട്. ഐഡിയൽ ആയിട്ടുള്ള ഒരു എനിക്ക് ഈ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഐഡിയൽ ആയിട്ട് നമുക്ക് ഇതിനെ പ്ലോട്ട് ചെയ്യാൻ പറ്റിയൊരു ഐഡിയ അത് ഉണ്ടായിരുന്നു. അപ്പൊ 2 സൈഡിലേക്ക് നമുക്ക് റോഡ് കിട്ടാവുന്ന സൗകര്യത്തിലാണ് ഈ 4 പ്ലോട്ടുകൾ. ചെടി ഉണ്ടോ? അത് ബോറാണ്. ഒരു 265 അടി ചെന്നപ്പോഴേക്കും വെള്ളം ഇഷ്ടം പോലെ കിട്ടിയായിരുന്നു. ബോർവെല്ലിൽ നിന്ന് വരുന്ന വെള്ളമാണ്, ആലോചിച്ച് നോക്കണം. 265 അടി താഴ്ചയെന്ന് തന്നെ വെള്ളം മനോഹരമായിട്ടുള്ള. അത് ഇതിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് വെള്ളം സഫീഷ്യന്റ് ആയിട്ടുള്ളതാണ്. കിണർ വെള്ളമായിട്ട് യാതൊരു വ്യത്യാസമില്ലാത്ത വെള്ളം. 24 മണിക്കൂർ അടിച്ചാലും പറ്റില്ല. 24 മണിക്കൂർ. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ മെയ് മാസത്തിൽ ആ കിണറിലെങ്ങാനും ഷോർട്ടേജ് വന്ന, കാരണം 22 പ്ലോട്ടുകൾ ഉണ്ടല്ലോ. അപ്പൊ അതിലേക്ക് ഷോർട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ബോർവെൽ വെള്ളം വേണമെങ്കിൽ ഡയറക്റ്റ് ടാങ്കിലേക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ കിണറിലേക്ക് കൊടുത്തിട്ട് കിണറിൽ നിന്ന് പമ്പ് ചെയ്യാനുള്ള ആ സിസ്റ്റം കൂടി അതുണ്ട്. അപ്പൊ നമ്മള് അടുത്തായിട്ട് കിണറിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. കിണർ എന്ന് പറയുന്നത് നല്ല ഏകദേശം ഒരു 1.5 സെന്റ് സ്ഥലത്തോളം വിരിഞ്ഞു നിൽക്കുന്ന കിണറാണ്. ഇനിയിപ്പോ ഈ പറയുന്ന മാതിരി വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മണിക്കൂർ അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 1.25 മണിക്കൂർ അടിച്ചാൽ നമുക്ക് ഈ 1 മണിക്കൂർ അടിച്ചാൽ മതി. ഏകദേശം 54 ലിറ്റർ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇത് നമ്മൾ അഡീഷണൽ സപ്പോർട്ട് കൊടുത്തെന്ന് വെച്ചിട്ട് കിണറിലെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് വെള്ളമുണ്ട്. നമുക്ക് കിണറിൽ ഇതൊന്ന് അടിക്കാൻ വേണമെങ്കിൽ അതാ കിണറിൽ നിന്ന് അടിക്കുന്നതാണ്. അത്ര വെള്ളത്തിന് യാതൊരു ക്ഷാമവുമില്ല, നല്ല ഫോഴ്സിൽ. അതാണ് ഒരു മണിക്കൂർ ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ 54 ലിറ്റർ എന്ന് അറിയും. നമുക്ക് ആ ഒരു ഫെസിലിറ്റി, കാരണം ഇതൊക്കെ ഇവിടെ പറയണേ, കാരണം ഇവിടെ പല ഏരിയയിലും കുറച്ച് വെള്ളത്തിന് ഷോർട്ടേജ് ഉള്ള ഏരിയ. നമ്മളെ പർട്ടിക്കുലറായിട്ട് അങ്ങനെ ഒരു കാര്യമില്ല എന്നുള്ളത് കൃത്യമായിട്ട് ആളുകൾ അറിഞ്ഞിരുന്നു കേട്ടോ. അതായത് നമ്മളിത് കാണിച്ചൊരു പ്രകസനം പോലെ കാണിക്കുന്നതല്ല, ആവശ്യതയുടെ ഭാഗമായിട്ട് കാണിക്കുന്നത്. ഞാൻ ഓഫ് ചെയ്തോട്ടെ എന്നാ. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതൊന്ന് പറയാമോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഇല്ല, അത് പറയും, ഒരു പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം നമ്മൾ ലാസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ പ്രോപ്പർട്ടി ഒന്ന് 2.85 ആയിട്ടാണ് ലാസ്റ്റ്. ആദ്യം ഒരു 2.60 തുടങ്ങി ഒരു ജസ്റ്റ് ഒരു 6-7-8 മാസത്തിനുള്ളിലാണ് നമ്മൾ 2.85 കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് 250 മീറ്റർ അപ്പുറത്താണ് ആ മെയിൻ റോഡ് എന്ന് പറയുന്നത്. അവിടെയൊക്കെ ഒരു 6 lakhs-ഓളം പ്രോപ്പർട്ടിക്ക് വിലയുണ്ട്. അതും ഒരു 5 സെന്റ് 6 സെന്റ് ആയിട്ടൊന്നും അത് തരില്ല, കാരണം ഒക്കെ ജന്മിമാരുടെ പ്രോപ്പർട്ടികൾ 5 ഏക്കറും 10 ഏക്കറൊക്കെ. പക്ഷെ അവരൊന്നും കൊടുക്കില്ല വലിയ വീട്ടുകാരൊക്കെ. അവിടെ ഒരു 5 സെന്റ് കിട്ടാനില്ല. അത് കിട്ടാനെങ്കിൽ തന്നെ 6 ലക്ഷം 7 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടികളാണ് അവിടെ കിടക്കുന്നത്. അവിടെ നിന്ന് ആ 250 മീറ്റർ മാത്രമേ ദൂരമേ ഉള്ളൂ. അത് മാത്രമല്ല ഇതിന്റെ തൊട്ടപ്പുറത്ത് കുറച്ച് പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്ത് എന്താ പറയുക 4 ലക്ഷം രൂപയ്ക്കാണ് സെന്റിന് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ പ്രോപ്പർട്ടി ജസ്റ്റ് ഒരു വർഷത്തിനുള്ളിൽ ഇവിടെ ഒരു 5 ലക്ഷം രൂപയോളം വില വരും. മാത്രമല്ല ഇവിടെ 2 വീടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 5 രൂപ സെന്റിന് വില വരുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഇതിൽ തന്നെ 4 പ്ലോട്ടുകൾ ഇപ്പൊ ഈ കാണുന്ന പ്ലോട്ട് കൊടുത്തേക്കുന്നതാണ്. ആ ഫ്രണ്ടിലത്തെ പ്ലോട്ട് കൊടുത്തേക്കുന്നത്, ഇതും കൊടുത്തേക്കുന്നതാണ്, അതും കൊടുത്തേക്കണ്ട. ഇതാണ് ഈ നമ്മൾ റിസർവ് ചെയ്തേക്കുന്നത്. അപ്പൊ 5 പ്ലോട്ട് ഏകദേശം അത് ബാക്കി വരുന്ന 15 പ്ലോട്ടാണ് 16 പ്ലോട്ടാണ് ഇതിലുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഒരു വർഷത്തിനുള്ളിൽ കഴിയുമ്പോൾ ഒരു 1.5 വർഷത്തിനുള്ളിൽ 5 ലക്ഷം രൂപയുടെ വില വന്ന പ്രോപ്പർട്ടി അത് ആളുകൾക്ക് മനസ്സിലാക്കി കൂടെ വന്നാൽ മനസ്സിലാവും. ആ പ്രോപ്പർട്ടി തന്നെ നമ്മൾ 3 രൂപ ആണ് ഇപ്പോൾ പ്രൈസ് പറയുന്നത്. 3 രൂപയ്ക്ക് സെന്റിന് 3 രൂപയ്ക്ക് കൊടുക്കണം. നെഗോഷ്യബിൾ ആയിട്ട് 5 രൂപ
ഒരു 10 രൂപ വരെ താതി ഒരു 290 കൊടുക്കാൻ തയ്യാറാണ്. അത് വിട്ട് താഴേക്കില്ല. 290 വരെ കൊടുക്കാം. നമ്മൾ പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ് പറയുന്നത് സെന്റിന്. അപ്പോൾ അത് 290 വരെ കൊടുക്കാൻ തയ്യാറാണ്. കാരണം 275 ലാസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇവിടെ അന്വേഷിച്ചാൽ അറിയാം, മറ്റുള്ള കാര്യമാർക്ക് അറിയാം. കാരണം ഇവിടെ ഈ പറഞ്ഞ ഇൻഫോ പാർക്കിന്റെ ഡെവലപ്മെന്റ്, കിൻഫ്ര ഡെവലപ്മെന്റ്, ഒരുപാട് പ്രോജക്റ്റുകൾ, നാഷണൽ ആക്സസ്, എല്ലാ സൗകര്യം. മാത്രമല്ല ഇവിടെ ഇനിയിപ്പോ ഒരു കിണർ കുത്തി പോലും സ്ഥലം കളയേണ്ട ആവശ്യമില്ല. കറണ്ട്, 3 ഫേസ്, എല്ലാ സാധനം. മാത്രമല്ല സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ്, ക്യാമറ സർവേലൻസ് ഒക്കെ നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആരുടെ ഒരു 10 പൈസ വേണ്ട. നമുക്കൊരു ചെറിയ ലാഭം മാത്രം, കാര്യങ്ങൾക്ക് മാത്രം മതി. നമുക്ക് വേറെ തൊഴിലുണ്ട്. ഇതിന്റെ ഭാഗത്ത് ഒരു പ്രോപ്പർട്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വസ്തു വിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് കിട്ടാം, എത്ര മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും അതിൽ. സാർ, അപ്പോൾ ഇതിന്റെ ലീഗൽ സൈഡ് എല്ലാം ഓക്കെ അല്ലേ? പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? അല്ല, അത് എന്താണെന്ന് വെച്ചാൽ അത് ഓക്കെയാണ്. അതിലപ്പുറത്ത് ഞാനൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഞാനൊരു സിവിൽ ലോയറാണ്, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. കൂടുതലായിട്ട് ഞാൻ സിവിൽ മറ്റേ ലോസിന്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ കെട്ടഴിക്കുന്ന ഒരാളും കൂടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ പറഞ്ഞല്ല, ഇതിൻ്റെ എല്ലാം ജന്മം പ്രോപ്പർട്ടിയാണ്, എല്ലാം പെർഫെക്റ്റ് ആണ്, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്, ഒന്നും നോക്കാനില്ല. ഞാൻ എല്ലാം കാര്യങ്ങളും ചെയ്തിട്ടാണ് ചെയ്യണത്. മാത്രമല്ല നാളെ ഇതിലൊരു ന്യൂനത, എന്ത് ന്യൂനത വന്നാലും എൻ്റെ പ്രൊഫഷനെ വരെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട്, എല്ലാം നോക്കിയിട്ടുണ്ട്. അതിന് ന്യൂനത മാത്രമല്ല, എന്ത് പേപ്പർ വേണമെങ്കിലും നോക്കാനും നമ്മുടെ എല്ലാ ഇത് നോക്കാനും ഇതാണ്. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്, ആ തരത്തിലും പെർഫെക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ അപ്പം നമുക്കിവിടെ ഒരു പ്ലോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്കതിന് എത്ര സമയമാണ് കിട്ടുന്നത്? അല്ല, നമ്മളെ സംബന്ധിച്ച് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു പ്ലോട്ട് ഇഷ്ടപ്പെട്ടു, അവരെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് വീട് വെക്കാൻ വരുന്നവരാണ്. അതല്ല, ഇനി ഇൻവെസ്റ്റ്മെന്റ് വരുന്നവർക്ക് 2 രീതിയിൽ വരുന്നുണ്ട്. അതായത് ഇപ്പം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെന്റ് വരുന്നവരെ സംബന്ധിച്ച് ഒരു 6 മാസത്തെ സമയമെങ്കിലും അവർ അതിന് തീർന്ന് ചോദിക്കാറുണ്ട്. തീർന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ 6 മാസത്തിനുള്ളിൽ പൈസകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് തീർന്ന് മേടിച്ചിട്ട് പിന്നെ ചിലപ്പോൾ അവർ കൊടുക്കാൻ പോകുന്നത് ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ അതല്ല, വീട് വെക്കുന്നവരെ സംബന്ധിച്ച് ചിലപ്പോൾ 3 മാസത്തിനുള്ളിൽ അവർ വീട് വെക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ 3 മാസം സമയം തന്നെ ധാരാളം മതി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ 3 മാസം കൊടുക്കാനോ 6 മാസം കൊടുക്കാനോ കുഴപ്പമില്ല. അല്ല, ഇനിയിപ്പോൾ വേറെ രീതിയിൽ അവർക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് സമയം കൂടി കൊടുക്കാനും നമ്മളെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കൂടുതൽ വിവരങ്ങൾക്കും അന്വേഷണങ്ങൾക്കുമായിട്ട് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഓൾ.